ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ തുടക്കം തന്നെ സ്ട്രോബെറി ഒക്കെ കഴിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ മസാലപ്പൂരി, പാനിപ്പൂരി, ദഹിപ്പൂരി ഒക്കെ മേടിച്ച് കഴിച്ച്. അപ്പോൾ എവിടേക്കാണെന്നുള്ള ഒരു ചിന്ത വേണ്ട. ഷാഫിൻ്റെ സ്കൂളിൽ ഡ്രാമ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം അതിന് കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയതാണ് ഞങ്ങൾ കമ്മനഹള്ളിയിൽ. അപ്പോൾ കോസ്റ്റ്യൂം റെൻറ്റിനെടുത്ത് അവിടുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് ഗാർമെൻറ് ഉണ്ടായിരുന്നു. ഗാർമെൻറ്റ്സിൽ കയറിയപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ജിലേബിയൊക്കെ മേടിച്ച് കഴിച്ച്. അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീമും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മോളിലേക്ക് വിട്ട്. ഏത് മോളാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഭർത്തിയ മോൾ ഓഫ് ബംഗളൂരു ആണ്. ഇത് വരുന്നത് ഹെഗ്ഡെ നഗർ സൈഡാണ്. അവിടെ എല്ലാ സൺഡേയും ലൈവ് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെർഫോമൻസ് നടന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അകത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് പെർഫോമൻസ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് വിട്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയ കാരണം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബൊമ്മയുടെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്ത് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ കളിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ബൊമ്മൻ്റെ കൂടെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഒരു റൗണ്ടൊക്കെ അടിച്ച് മോളുടെ ഉള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ലൈവ് പെർഫോമൻസ് നടക്കുന്നിടത്തേക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വിട്ട്. അപ്പം നിങ്ങൾക്ക് അടുത്തതായിട്ട് അവിടുത്തെ ലൈവ് പെർഫോമൻസിൻ്റെ കാണിച്ചു തരാം. सब कुछ आज अभी कर दो, हो ना हो पर राजी, सब राजी दिल राजी, आओ गले से लगाओ, उंगली से छुड़ाओ, दिल में कहीं तुम छुपाओ. मुस्कुराए तुम पास आए, यूं मुस्कुराए तुमने न जाने सपने दिखाए. अब तो मेरा सोता है, क्या करूँ हाय कुछ कुछ होता है, क्या करूँ हाय कुछ कुछ होता है. तुम पास आए
कुछ होता है क्या कर भाई कुछ कुछ होता है പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷേമിയ മേടിച്ച് കഴിച്ച് അത് തികയാതെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്ത് അതും പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കഴിച്ച് ഞങ്ങൾ നേരെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ എന്ന് വെച്ചാൽ എവിടെ ബാംഗ്ലൂരിൽ 99 വെറൈറ്റീസ് ഓഫ് ദോശ എന്ന് പറഞ്ഞ സ്റ്റോള് കാണും എവിടെ റോഡ് സൈഡിൽ. അപ്പം അടിപൊളി ടേസ്റ്റാണ്, എല്ലാ ദോശക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ആലു മസാല ചീസ് ദോശ എന്ന് പറഞ്ഞിട്ട്. അതാവുമ്പോഴത്തേനും ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേനും ഞങ്ങളുടെ ദോശ റെഡി ആയിരുന്നു. ദോശ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും ഞങ്ങളൊരു പാവ് ഭാജി ഓർഡർ ചെയ്തു. പാവ് ഭാജി ടേസ്റ്റ് അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു തന്നെ പറയാം, അത് ഞങ്ങൾ ബാക്കിയാക്കി. പിന്നെ ഒരു മോമോസൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് റിട്ടേണിൽ പോയി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.